കണ്ണൂർ കൂത്തുപറമ്പിൽ വ്യവസായ കേന്ദ്രത്തിലെ ബയോ ടാങ്കിൽ വീണ് 2 വയസ്സുകാരി മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി ബെനഡിക്റ്റിൻ്റെ മകൾ ആസ്മികയാണ് മരിച്ചത്. താമസ സ്ഥലത്ത് നിന്നും കുട്ടി ഇറങ്ങി നടക്കുകയും അബദ്ധത്തിൽ ടാങ്കിൽ വീഴുകയുമായിരുന്നു. നിഖിൽ ചേരുന്നു. നിഖിൽ, മറ്റൊരു സങ്കടകരമായ വാർത്തയാണല്ലോ വന്നിരിക്കുന്നത്. വെറും 2 വയസ്സുകാരിയാണ്. ഇതിപ്പോൾ അങ്ങനെ ഒരു ടാങ്കിലേക്ക്, ആ പ്രദേശത്തേക്കൊക്കെ എത്താൻ എങ്ങനെയാണ് ഉണ്ടായത്? അത് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ചെന്ന് പോകുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ടാങ്ക് ഉണ്ടായിരുന്നത്? സനീഷ്, ഇത് കൂത്തുപറമ്പ് വലിയ വെളിച്ചത്തെ വ്യവസായ കേന്ദ്രത്തിലാണ് ഈ ഒരു വെളിച്ചെണ്ണ നിർമ്മാണ കമ്പനി പ്രവർത്തിക്കുന്നത്. ആ കമ്പനിയിലെ ജീവനക്കാരാണ് ബെനഡിക്കും ബെനഡിക്കിന്റെ ഭാര്യയും. ഇവർ രണ്ടുപേരും ജോലിക്ക് പോയ സമയത്ത് ഈ സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇവരുടെ താമസ സ്ഥലം. അവിടെ നിന്ന് കുട്ടി എഴുന്നേറ്റ് നടക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസിന് പ്രാഥമികമായി കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ നടന്ന കുട്ടി അബദ്ധത്തിൽ ഈ ടാങ്കിൽ വീഴുകയും ചെയ്തു. ഉടൻ തന്നെ പരിസരത്തുള്ള ആളുകൾ കണ്ട് ഈ കുട്ടിയെ പുറത്തെടുത്ത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായിട്ടില്ല. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഏതായാലും കാരണം 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ നടന്നുപോയി ടാങ്കിൽ വീണു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മറ്റ് ദുരൂഹതകളുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നിഖിലിപ്പോൾ 2 വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞിനെ വീട്ടിൽ വെച്ച് അമ്മയും അച്ഛനും ജോലിക്ക് പോവുകയായിരുന്നു അവരുടെ പതിവ്. മറ്റ് കുട്ടികളുണ്ടോ, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ നോക്കാൻ മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ വീട്ടിൽ? നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ബെനഡിക്കും ഭാര്യ പ്രേമകുമാരിയുമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇവർ സാധാരണ നിലയിൽ തന്നെ ഈ വെളിച്ചെണ്ണ ഫാക്ടറിയിലേക്ക് ജോലിക്ക് പോയതായിരുന്നു. മറ്റാരും ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ 2 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ വീട്ടിൽ വെച്ച് അച്ഛനും അമ്മയും ജോലിക്ക് പോകേണ്ടുന്ന സാഹചര്യമാണ് അവർക്കുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുക. മറ്റാരെങ്കിലും കുഞ്ഞിനെ നോക്കാനും മറ്റും ഉണ്ടായിരുന്നില്ല എന്നാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജീവിതം ആ നിലക്ക് ബുദ്ധിമുട്ടൊക്കെ പിടിച്ചൊരു സാഹചര്യമാണ് എന്നുകൂടെ ബോധ്യപ്പെടുത്തുകയാണ്. വളരെ സങ്കടകരമായ വാർത്ത. 2 വയസ്സുള്ള കുഞ്ഞാണ് ആ ടാങ്കിൽ വീണ് മരിച്ചിരിക്കുന്നത്.